ചോദിച്ചോ. വെക്ക് വെള്ളം കളയല്ലേ. ഇത് കൊണ്ടുപോകാൻ സുഖത്തിനാണ്. അതെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്ന പമ്പ് തന്നെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ബെഡും കാര്യമൊക്കെ കിടക്കുവാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് കെട്ടി മടക്കി എടുത്ത് വെക്കണടേ. ഇതൊക്കെ കെട്ടി മടക്കി എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പോവാം. നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് കുക്ക് ചെയ്യണം. ഇന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കിയാലടാ. ഇന്ന് അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ കലക്കി പറഞ്ഞൊരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ പരിപാടി നമുക്കുണ്ടല്ലോ, ഈ ബെഡ് ഒഴിവാക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളൊന്ന് റെഡി ആകട്ടെ. അവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ട് ആകെ ഇരപ്പായി. നല്ല കാറ്റും മഴയൊക്കെയാണ്. വുഡിൻ്റെ മേലെ ഇവിടെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. ആ വെള്ളം എന്ന് പറയുന്നത് വുഡ് കുറച്ച് തൂങ്ങിയിരിക്കണം. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണം. പിന്നെ വേറെ പ്രശ്നമല്ല. പിന്നെ ഞാനാ പറഞ്ഞ സൗണ്ട് അതിപ്പോഴും ഉണ്ട്. അത് എന്താണ് സൗണ്ടൊക്കെ മനസ്സിലായില്ല. ടേപ്പറ്റ് തന്നെ ആവാം. പിന്നെ മൊത്തത്തിൽ ഇഞ്ചിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ ഓയിൽ ചാടിയൊക്കെ തന്നെ അറിയാൻ വേണ്ടി കഴിയില്ല. സെലികുമാറാണ്. അത് അരിസ്റ്റ് രക്ഷകനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ ഞങ്ങളിത് കെട്ടി മടക്കി കൂട്ടി വെക്കട്ടെ. എന്നിട്ട് എവിടേക്ക് പോകണം? കെട്ടി മടക്കി പൂട്ടി വെച്ചിട്ട് അങ്ങനെ മുമ്പോട്ട് പോകാണ്. ആയിക്കോട്ടെ. അത് ബെഡ് ഇടുമ്പോൾ നമ്മൾക്ക് അധികം സമയം വേണ്ട. റിട്ടേൺ തിരിച്ചങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ പോകണ്ട. വെക്കുന്ന ചാരാനുള്ള ഒരു ബെഡാണ്. അപ്പോൾ അതൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് ടൈം കുറേ വരുന്നത്. അതൊക്കെ അവിടെയൊക്കെ കിരി പറഞ്ഞ സൗണ്ട് ഉണ്ടാവലുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിലല്ല. അതിപ്പോൾ നമ്മൾ അത് ഫസ്റ്റത്തേണ്. അതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചോ. ഇതാ മോനെ ഇവിടെ വന്നാ. ഇതെന്താ ഇതോ? ഇതെന്താ ആർക്കും മനസ്സിലായില്ല. അത് വേപ്പാണെന്ന് എനിക്ക് അറിയാം. അത് എന്തിനു വെച്ചാണ്? എന്തിനു വെച്ചാണ്? അത് ഒരു ഷോ, അത്രേ ഉള്ളൂ. ഇതെന്താ അറിയോ, നമ്മളിവിടെ ക്യാമറ വെക്കുമ്പോൾ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, അത് ഇതിലിങ്ങനെ പോരുന്നുണ്ട്. കുറച്ച് താത്താൻ പറ്റുമോ? ആയിക്കോട്ടെ. എൻ്റെ ചപ്പാടെ വന്നോട്ടെ. പറ്റ സാധനം അത് ഓൻ വയ്ക്കുന്നതല്ലേ. അവൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വെച്ചാണ് ഒരു രസമായിട്ട്. പക്ഷേ എങ്കിൽ ഇതിങ്ങനെ കാറ്റിലിങ്ങനെ ഇവിടെ നമ്മളെ ക്യാമറ വരുമ്പോൾ ഇങ്ങനെ അടിക്കണ്ടേ. അല്ലെങ്കിൽ ഇത് വേണോ? ഒഴിവാക്കാതെ. ഓക്കെ. ഓൻ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. കുളിച്ചേച്ചി? ഞാനും പോയി കുളിക്കട്ടെ. കുളിച്ച് സെറ്റായിട്ട് ഞാനും വരാം. എന്നിട്ട് ചായ ഉണ്ടാക്കണ്ടേ? വിശക്കില്ലേ? നല്ലോണ്ടോ? പാകത്തിനുണ്ട്. ആയിക്കോട്ടെ, വരാം. നമുക്ക് ഇപ്പം തന്നെ ഒഴിച്ച് വെച്ചാൽ എന്താ പറയുക, ഇതിനായിട്ട് വേറെ ഒരു പമ്പിൽ കയറണ്ട. പിന്നെ വെയിലും ധൈര്യമായിട്ട് പോകാം. ആ സീനടുത്ത് കയറുന്നില്ലേ? ഇനിയിപ്പോൾ എണ്ണ നോക്കേണ്ട ആവശ്യമില്ല. ഇത് 500 റുപ്യൊക്കെ ഉണ്ടത്. ഇവിടെ 93 റുപ്യ ഡീസൽ. 93 ആ സൗണ്ട് ഇപ്പോഴും ഉണ്ടല്ലേ? എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. കേട്ടെ നല്ല പോകല്ല. വളച്ചെടുത്തോ വണ്ടി വറക്കണ്ട. പാകത്തെ വെള്ളം മതി. പോറ്റെ നമ്മൾ എവിടേക്കാ പോണ്ടേ? പമ്പെന്ന് ഇറങ്ങി നമ്മൾ നേരോട്ട് കയറി അവിടെ നമ്മൾ റിട്ടേൺ ചുറ്റി വരുന്നു. നമ്മൾ യൂട്ടേൺ എടുക്കണം. പറഞ്ഞില്ല, കാരണം നമ്മൾ അപ്പുറത്തൂടെ അങ്ങോട്ടാ പോകണ്ടേ. ഇത് നമ്മൾ ഇതിൽ പോയി ദിണ്ടിക്കൽ ടൗൺ ആണ്. നമ്മൾ ദിണ്ടിക്കൽ ടൗൺ പഴനി നഹി, നമ്മൾ ഉദർസേ എന്താണ് യൂട്ടേൺ കറേ തഞ്ചാവൂർ മേ ജായേഗാ. അതെ, തഞ്ചാവൂർ പട്ടണം. തഞ്ചാവൂർ നമ്മളെ ഹൈവേന്ന് ഇങ്ങോട്ട് തൊട്ടടുത്ത് നല്ല സ്ഥലം പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണലും അതുപോലെ തന്നെ വലിയ വൃത്തികേടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല മഴ പെയ്താണ്. ഇന്നലെയൊക്കെ അടിച്ചാ പൊളിച്ച മഴ ചെയ്തിക്കണേ. കറി എന്താ?
കറി ഇന്നെന്തുണ്ടാക്കുക? എന്തുണ്ടാക്കി ഇജ്ജ് പറയ്. ഇന്ന് ഉള്ളി തക്കാളിയും കിഴങ്ങും. ഉള്ളിയും തക്കാളിയും കിഴങ്ങനല്ലേ നമുക്ക് ഡെയിലി. ഇന്ന് സോയാബീൻ ഉണ്ടാക്കിയല്ലേ? ആ സോയാബീൻ ഉണ്ടാക്കുക. സോയാബീക്ക് മുരിങ്ങക്കായ ഇടണോ? കോമഡിയാവോ? അതില്ലേ? അത് വേണ്ട, നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. നമുക്ക് നാളെ ഒരു സാമ്പാറും കൂടി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാം അല്ലേ? സാമ്പാർ നമ്മുടെ പാളിയിക്കണ്. ഞങ്ങൾ സാമ്പാർ തന്നെ ആകണം എന്ന് കരുതി ഉണ്ടാക്കണ സാമ്പാറൊന്നല്ലേ. ഞങ്ങൾക്കൊരു കറി, ഞങ്ങളെ കറിയൊക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ തിരിച്ചു. വെറും ഉള്ളി തക്കാളി കഴിഞ്ഞു. ഇത് ഇങ്ങനെ എണ്ണയിട്ട് മാറ്റിട്ടില്ല. നമ്മുടെ ചട്ട വെച്ച് കിട്ടോ. നല്ല കാറ്റാണേ. കാറ്റ് ഇവിടുത്തെ നിങ്ങൾക്ക് അറിയാലോ, ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് എൻ്റെ മൊത്തത്തിൽ ഇവിടുത്തെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഫേവറേറ്റില്ലെങ്കിൽ ഒരു മുമ്പോട്ട് പോകില്ലെന്ന് അറിയാം. ഓയ്ക്ക് പരിപാടി പറ്റില്ലാന്ന് പറയണേ. അത് ചായക്ക് വെള്ളം എടുക്കട്ടെ. എന്താ കാറ്റില്ലേ? നല്ല കാറ്റുങ്ങി. അതായത് എന്താ പൊടി വെള്ളത്തിൽ കലക്കി പയറുന്ന അപ്പമാണ്. ഞങ്ങളതിനെ അപ്പം എന്ന് തന്നെയാണ് പറയല്. നിങ്ങളവിടെയൊക്കെ അത് ചിലപ്പോൾ പേരിന് പല മാറ്റങ്ങൾ സംഭവിക്കും അല്ലടാ. ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയാണത്. പാറിപ്പോല്ലേ. ആക്കണ കുറുകി അല്ലേ? കുറച്ചുകൂടി ലൂസാക്കാം അല്ലേ? പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചൊരു മുത്തോളി പാത്തിമ്മ. വെള്ളോട്ട ഇതൊക്കെ പാടെ ഒറ്റന്നാക്കി ചൂടണോ? വലിയൊരാടാ ആടായിട്ടില്ല. ആ ചെറിയ നമ്മളെ കയ്യിലുണ്ട്. കുറച്ചുകൂടി ലൂസാക്കാം മോനെ. അതൊക്കെ പേര് ഭയങ്കര ടൈറ്റാണല്ലേ? ഫസ്റ്റത്തെ അപ്പം തന്നെ പാളിയിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈറ്റാണ്, കുറച്ച് ലൂസാക്കണം. ആ അങ്ങനെ തന്നെ അടുത്താ ഓക്കെ. പിന്നെ അടുത്ത ഇത് ശരിയാവും കേട്ടോ. ഇത് ശരിയാവും. പ്രേക്ഷകരെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പം ചൂടലിൽ ഇത് ശരിയാവും. അപ്പം ചൂടലിൽ ഇത് ശരിയാക്കണം. എവിടെ ഇത്? അങ്ങനെ അയ്യോ, ഇതും കൂടാ രാത്രിയായി. അതും പാളിയിരിക്കണം. ഇത് ഞാൻ റെഡി ആക്കടാ. എനിക്ക് കാണിച്ചു തരാം. റെഡി പക്കയാണ്. പക്കയായിരിക്കണം. ആ അത് 2 നേരത്തിന് 10 ആയില്ലേ? രാവിലെ 10 ആയില്ലേ? അപ്പോൾ തന്നെ അത് 2 നേരത്തിന് ഉണ്ടാവുമോ? 2 നേരം മാട്ടല്ലോ. ഇതിപ്പോ തിന്നാനാണ്. ഇത് ആർക്ക് 2 നേരത്തിന്. ഇത് ചോറ് നിന്നുള്ളപ്പോ അതൊന്നുണ്ട്. ചോറക്കണേ. തുടങ്ങട്ടെ പരിപാടികൾ. മുളക് ചാറിന് കിട്ടുന്നില്ലോ. തീനില്ലേ? തീണ്ടല്ലേ? ഞാണ് ചാറ്. ഞാനല്ലേ ചാറ് കിട്ടില്ലേ? ചാറ് ഇത് വെളുത്തുള്ളി ഇഞ്ചി അത് മാത്രമേ ഉള്ളൂ ഇതിൽ. മഞ്ഞ നിറത്തിൽ വെക്കണ മഞ്ഞൾ. മല്ലി ഒരു കട്ട മുളകും കട്ട. അപ്പോൾ ഇത് അത്യാവശ്യം പാടി. നല്ല രീതിയിൽ സോയ കൂടിയോ? മസാല കുറഞ്ഞു.
നൈസായിട്ട് ഇടുക. വെപ്പും കഴിഞ്ഞു തീനും കഴിഞ്ഞു. അതായത് നമ്മളെല്ലാ സാധനങ്ങളും നുള്ളിപ്പൊറുക്കി വണ്ടീനെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. വെപ്പും കഴിഞ്ഞ് തീനും കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ 2:15 2:15 വരെ ഇരുന്നു നമ്മളിവിടെ. ചോറ് കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞാൻ അതിനായിട്ട് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി. പോണതിൻ്റെ മുന്നേ എനിക്ക് ഇവിടെ ഒരു കംഫർട്ടബിൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ആളുകൾക്ക്. എനിക്ക് ഇവിടെ ഇരിക്കാൻ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ആകെ ഒരു കമൻറ്റായിട്ട് ഞാൻ കണ്ടത്. എന്തായാലും ഇതാണിപ്പോൾ ഗ്യാപ്പ്. ഇരിക്കാനുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൈൻ്റെ ചാണകം നോക്കിക്കോളൂ. അങ്ങനത്തെ 2 ചാണകമുണ്ട്. ഇതിൻ്റെ സീറ്റോ നോട്ടെ, എൻ്റെ സീറ്റ് ഞാൻ വെറുതെ ആകുന്നോട്ടെ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും 2 2.5 അല്ലേ? അപ്പോൾ ഇവിടെ 2 ഉള്ളൂ. ബാക്കിയൊക്കെ സാധനമാണല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ബുദ്ധിമുട്ട് വന്നുണ്ടോ? ഉള്ള പോലെ പറയും, ഉണ്ടെങ്കിൽ പരിഹരിക്കാനാണ്. ഇല്ല ഉറക്കപ്പറയും ഇല്ല. ഇതൊക്കെ എന്തില്ല കൂട്ടാ. കാരണം നമ്മൾ ഇത്ര യാത്രകൾ ചെയ്യുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളൊന്നും കിട്ടിക്കോണമെന്നില്ല. ഒന്ന് ഓട്ടോറിക്ഷയല്ലേ. അപ്പോൾ നമ്മൾക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരണം ചെയ്ത് നമ്മൾ പോവുക. കാരണം നമ്മളുടെ ആഗ്രഹം എന്താ? യാത്ര പോവുക എന്നുള്ളതാണ്. അപ്പോൾ യാത്ര നമ്മൾ പോവുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ ഹൈവേ കൂടെ ഇങ്ങനെ പോയി ഒരു ചടപ്പ്. അപ്പോൾ ഒരു ഗ്രാമീണ റോഡ് കയറുകയാണ്. ഒരു ഉൾഗ്രാമത്തിലേക്ക് എവിടെയെങ്കിലൊക്കെ അല്ലേ എന്തെങ്കിലും ഒരു പോക്കറ്റ് റോഡ് കയറി നോക്കുക. അതായത് ഹൈവേ ആയതുകൊണ്ട് 2 സൈഡിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഈ സൈഡിൽ കൂടെ ഉള്ള ഏതെങ്കിലും ഒരു പോക്കറ്റ് റോഡ് കയറിയിട്ട് നോക്കാം. അവിടെ അല്ല കൃഷി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. ഈ റോഡാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അലത്തൂർ എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കയ്യിൽ വെള്ളമില്ല കേട്ടോ, വെള്ളം കിട്ടണം. എല്ലാ ഗ്രാമത്തിലും ഇതുപോലെ കോവിലുകളുണ്ടാവും. അത് അവിടെ നിന്ന് വീണ്ടും ഒരു പോക്കറ്റ് റോഡ് കയറിയാണ്. ഇതൊക്കെ കർഷകർ തന്നെയാണ് അവിടെയൊക്കെ താമസിക്കുന്നത്. റോഡ് അവസാനിച്ചു. ഇതിൽ പോകുന്നുണ്ടോ? ഇതിൽ പോയാൽ തന്നെ അധികം എന്തൊരു വീടാട്ടോ ഈ മുന്നിൽ കാണുന്നത്. ഒരു വീടാണ്. അത് നേരെ ഹൈവേക്ക് പോയി ചാടുകയാണ്. ഈ റോഡ് ഇങ്ങനെ നേരെ ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഹൈവേക്ക് പോയി ചാടുകയാണ്. അപ്പോൾ വേണ്ട, ഇതിൽ തിരിക്കല്ലേ. ഇവിടെ ഇങ്ങനെ ടാങ്കൊക്കെ ഉണ്ട്. ഇതിൽ വെള്ളമുണ്ട്. ഇത് നമുക്ക് ആ ഏട്ടനോട് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. കന്നുകാലികൾ വളർത്തൽ ഇവരുടെ ഒരു പ്രധാന വരുമാനമാണ്. ചോദിച്ചു നോക്കാം. எனக்கு அவ்வளோ தமிழ் வராதுண்ணே. பேர் என்ன உங்க? பாண்டியனா? டாக் எல்லாம் இருக்கு. உங்க டாகா கடிக்குமா? பேர் என்னது? இவன் பென்னி. அவனா പേര് വെക്കലയാ? ഒക്കെ എനിക്കൊരു പേര് വെക്കണം. ഗൈസ് ഇവനെ നമ്മളോട് വന്നപ്പോൾ തന്നെ കയറി കടിക്കാൻ നോക്കിട്ടോ. കന്നുകാലികൾ വളർത്തലാണ്. ഇത് ഉങ്ക വീട്? അത് ഏതാ വീട്? ഇതാ சரி. ரெக்கார்டிங் இருக்கு. இது யூடியூபர்ஸ் நாங்கள் கேரளாவிலேருந்து வரோம். சரிண்ணே, நாங்கள் வரோம். நல்லா இருங்க. பேர் என்ன சொன்னீங்க? പാണ്ഡ്യൻ. ശരി പറയാ. ഇഷ്ടംപോലെ ആളുകൾ കാര്യമൊക്കെ ഉണ്ട്. മുപ്പരല്ലേ മനസ്സിലാട്ടോ. ഇവരിത് മേത്ത് കൂടെ പോകുന്ന ആദ്യം ഞങ്ങൾ പേടിപ്പിച്ചു കേട്ടോ. ഓനല്ല ഇവിടെ കിടക്കണം. അത് പേടിച്ചു. അപ്പോൾ ഈ ഇതത്തെ വെള്ളം പറ്റും. പക്ഷേങ്കിൽ എന്തെങ്കിലും പൈപ്പ് എന്തെങ്കിലും വേണം എടുക്കണമെങ്കിൽ. അപ്പത്തിന് ഈ ക്യാനൊക്കെ ഇറക്കി വെച്ചോ? ഞാനൊന്ന് ചോദിച്ചു വരാമെന്നല്ല പറഞ്ഞു. ഓ മൈ ഗോഡ്. ഇനി അവിടെ ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിൻ്റെ അതിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഇതുപോലത്തെ അടിക്കണ പൈപ്പ് തന്നെയാണ്. അത് നല്ല വെള്ളമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും 2 ദിവസത്തിൻ്റെ വെള്ളം ഉണ്ടാവും. ഇത് ഉണ്ടാവും. എന്നാലും നമുക്ക് കിട്ടുവാണെങ്കിൽ എടുത്ത് വെക്കാന്ന് കരുതി. വെള്ളമല്ലേ? ആ അതെ, വെള്ളമാണ്. അതെ, എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ വെള്ളമല്ലേ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. അപ്പോൾ പരമാവധി കിട്ടുന്ന സമയത്തൊക്കെ എടുത്ത് വെക്കുക. ചിലപ്പോൾ അത് കിട്ടുന്നില്ല. തെരഞ്ഞെടുന്ന് തോൽക്കലാണ്. ഇതാണ് കോളേജ്. ഇതാണ് ആ പൈപ്പ്. പക്ഷേ ആ പൈപ്പ് ഒരു ലോക്ക് ചെയ്ത് വെച്ചേക്കാം, പൂട്ടിയിട്ടേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഹൈവേയിലേക്ക് തന്നെ കയറാം. മൊത്തത്തിൽ 1 മണിക്കൂർ റൺ ചെയ്തു. ഡോറ് തുറന്നിടണം.
ചെന്നൈയിലേക്ക് 364, വില്ലുപുരം 200, മധുരൈ 98. ചൂടുണ്ടാവൂല്ലേ? അത്യാവശ്യം ചൂടുണ്ടാവും. കാരണം റോഡും ചൂടാണ്, മൊത്തത്തിൽ ചൂടാണ്. നാട്ടിലെന്താ മക്കളെ, മഴയാണോ? മഴയാണെങ്കിൽ ഇവിടെ മഴയില്ല. ചൂടുണ്ടോ? എന്താ ഇങ്ങല? എവിടെ മാത്രം ചൂടൊന്നുമില്ല, അത്ര വലിയ ചൂടൊന്നുമില്ല. ആ ഏട്ടൻ സൈക്കിളുമ്മ കുടം കൊണ്ടുപോകണാക്കള്. അപ്പൊ ഇവിടെ ഉണ്ട്, ഇയാളെ സൈക്കിൾ വല്ല എങ്ങനെ പോകാം. നമ്മള് പോയോക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ നാട്ടിൽ നമ്മൾ കിണറ്റിലേക്ക് ഒരു കിണർ കുത്തിയിട്ട് അതിക്ക് വേണമെങ്കിൽ റിങ് ഇറക്കിയിട്ട്, റിങ് ഇറക്കണില്ലേ വേണ്ട, ഒരു തൊട്ടിയും കയറും ഇട്ട് കപ്പിയും വെച്ചിട്ട് വെള്ളം മുക്കിയാൽ അവിടെ കുടിച്ചാൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത് കിട്ടണമെങ്കിൽ കുറച്ച് പണി. എത്ര അങ്ങനെ ആളുകളാണ് കാറായിട്ട് വരെ വന്നിട്ടുണ്ട് ആളുകൾ. അതൊക്കെ എല്ലാവരും വെള്ളം കൊണ്ടുപോകാനാണ്. കണ്ടോ, കുടം കൊണ്ടുവരണം. നമ്മുടെ ഈ വെള്ളം ചിന്ത അല്ലേ? ഇനി വേണ്ടല്ലോ, ഇന്നലെ എടുത്ത വെള്ളമാണല്ലേ ഈ വെള്ളം. എടുക്കാം, നല്ല വെള്ളമല്ലേ ഇതെന്ന് വെച്ചാൽ പൈസയൊന്നുമില്ല. അങ്ങനെ കണ്ടിട്ടൊരു ഫോറസ്റ്റ് വൈബ് ഏരിയ പോയതുകൊണ്ട് ഈ റോഡ് എങ്ങോട്ട് പോകണം അറിയില്ല കേട്ടോ. ഏതായാലും അടിപൊളി സ്ഥലമാണ്. എല്ലാവരും കുടമൊക്കെ ആയിട്ട് വന്നു. ഒരു ബൈക്കുമ്പോൾ 4 കുടമൊക്കെ ഇവർ കൊണ്ടുപോകും കേട്ടോ. 4 കുടം വെള്ളമൊക്കെ ഒരു ബൈക്കുമ്പോൾ കൊണ്ടുപോകും ഇവർ. ഇത് ഫിൽറ്റർ വാട്ടർ തന്നെ? ഫിൽറ്ററാ? ആ, കിണറാ? പൈപ്പ് തന്നെ. എങ്കിരുന്ന് പറഞ്ഞത് മധുരണ്ടാ? ഫോട്ടോക്കെ കണ്ടോ കൂട്ടി കെട്ടിക്കണേ. ഇത് കൊണ്ടുപോകാൻ സുഖത്തിനാണ്. ബൈക്കിലെയാ കൊണ്ടുപോരേ? 4 കുടം. 4 കുടം. എന്താ വണ്ടിയാ? ഈ വണ്ടി മേലെ കൊണ്ടുപോകും കേട്ടോ. 4 കുടം വെച്ചാണ്ട് അതിനാണ് കയർ എത്തിയുള്ളത്. വെക്ക് 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 ശരിക്കും വെക്ക്, വെള്ളം കളയല്ലേ. പിന്നെ അവരങ്ങനെ സൈക്കിളിലാണ് കൊണ്ടുപോകണം കേട്ടോ. ഒരു സൈക്കിളിലൊക്കെ 4 കുടം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കണ പോലെ നല്ല സൈക്കിളിൽ 4 കുടം കൊണ്ടുപോകും. അതിനാ ഇത് എന്നെ മാവട്ടന്നെ? തിരിച്ചു മാവട്ടാ? ഓ, സൈക്കിൾ വെക്കാൻ ഒരാൾ വേണം. പറഞ്ഞാണാ? വേണ്ട വേണ്ട, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പാഞ്ഞു വയ്ക്കും. പക്ഷേ എങ്കിൽ ഓളെന്നെ പൊക്കുന്നുണ്ട്. ഒരു കുടം വെള്ളം ഒരു ചെറിയ കുട്ടി പൊക്കുന്നുണ്ട്. എന്താ പറയുക, അവർ ഇതിങ്ങനെ കൊണ്ടുപോയാൽ വീട്ടിൽ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെയുള്ള വെള്ളമാണത്. കൊണ്ടുപോലെ നിർബന്ധമാണ്. ചിലപ്പോൾ ആ ഒരു കുടമൊന്നും മതിയാവില്ല. ഇതപ്പോൾ അവിടെ കൊണ്ട് നിറച്ചിട്ട് വരേണ്ടി വരും. ശരിക്കും ഇതുമെന്ന് വീട്ടിലേക്കൊക്കെ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലടാ. ഇവിടെ ജലജീവൻ ജലജീവൻ എടുക്കണ്ടേ? മോദി സർക്കാർക്കാ ഇതാ? ആ, ഓ, இங்கே கிணறு குத்துனா வெள்ளம் வராது? வரும். குடிக்க முடியாதா? அப்புறம் ஏன் இது இந்த வெள்ளம்? மதுரைக்கு போகுது தண்ணி. மதுரைக்கு போகுது. மதுரைக்கு போகிற தண்ணியா? அதில் தண்ணி பற்ற முடியுங்க. ஆ, இது வீட்டுக்கு கனெக்ஷன் இல்லை? வீட்டுக்கு இருக்காது. வேணா எடுக்கலாம் நம்ம வீட்டுக்கு. ஏன் யாரும் எடுக்க மாட்டேங்கிற கனெக்ஷன்? காசு வேணாமா அதுக்கு? பில் வரும். ஆ, மாதம் மாதம் 6 மாதத்துக்கா? ஓ, இது ஃப்ரீயாக தானே? இது எல்லாருக்கும் கொடுക്കാം. ஓ, இது எந்த ஊர்? இது சீலாம்பட்டி. மலப்பாறை. மலப்பாறை. ஆ, பக்கத்தில் 1 கிலோமீட்டர் சீலாம்பட்டி. சீலாம்பட்டி. ஓ, சரி சரி, நாங்கள் வரட்டா? நாங்கள் கேரளா. சரி சரி, யூடியூபர்ஸ். ஓகே சரிண்ணா. பேருண்ணா? ஜோசப். தேங்கண்ணா, வரேன். എന്നാ പോവാ. ഞാൻ എടുക്കാം. ഗൈസ്, ഇത് കണ്ടോ, ഇതൊരു ഷോള് കുടുങ്ങിയതാണ് ഈ ഒരു സ്കൂട്ടിമേ. ഇതിപ്പോ ഇവിടെ നടന്നത് அப்படியே ഉള്ളിൽ പോലെ. ആ, അതെ. நாங்க அப்படிதான் நினைச்சேன். ആ, അതെ, അതാ ഇങ്കെല്ലാം പൊട്ടിയിருக்கு. ഇത് കണ്ടോ, ഷോള് കുടുങ്ങിയതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ. വാടാ. ശരി, ഞങ്ങൾ വരാണ്. ഇതാണ് നമ്മൾ പറയൽ. ഈ ബൈക്കുമ്മലൊക്കെ പോകുമ്പോൾ ആ സാരി തൂങ്ങിക്കിടക്കും. ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമായിരുന്നു. അവരിങ്ങനെ വരിക, നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ പോയി. അവർ ഞങ്ങളോട് പാസ് ചെയ്ത ഉടനെ ഇവിടെ നിന്നിട്ട് വീണാണ്ടിരുന്നു. നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ ചേച്ചിൻ്റെ ഇവിടെ, അതായത് ഈ സൈഡ് അടിച്ചിക്കണേ,
ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ ചോര, ചുണ്ട് ആകെ ചോര. നമ്മുടെ വെള്ളമാണ് നമ്മൾ കൊടുത്ത് നമ്മളപ്പം തന്നെ നമ്മൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് നമ്മൾക്ക് എന്താ പറയുക കറക്റ്റ് സമയത്ത്. പക്ഷെ എന്നാലും ഇവർക്ക് വലിയൊരു സ്പീഡപ്പിൽ ഒരു കാര്യങ്ങൾ ചെയ്യണില്ല എന്നുള്ളതാണ്. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ ഇപ്പം ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. ഒരു ആംബുലൻസ് കൊണ്ടുപോയി നിർബന്ധമാണ് ചേച്ചിനെ. കാരണം എന്താ വെച്ചാൽ അത് നോക്കിക്കോട്ടോ റോഡ്. ഓ കൈ കാലം വിറക്കാം നമ്മളെ. എൻ്റെ മോനെ അത് ആ ഗ്ലാസ് കൂടെ ഞാൻ ഇത് കാണണമെന്ന് വെച്ചാൽ ഞാൻ നമ്മളെ സൈഡ് ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് കൂടെ ഒരു നമ്മളെ പാസ് ചെയ്ത് കൊട്ടിപ്പാടം വീക്കണത് ഞാൻ കാണുന്നത് ആ ഗ്ലാസ് കൂടെ നോക്കിയപ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വേഗം ഇറങ്ങി ചെല്ല്. അപ്പോഴും ടൈമിങ്, അപ്പോഴും ഇത് എന്താ ഏതാ എനക്കറിയില്ല. സംഭവം എന്താ അറിയില്ലല്ലോ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടനിങ്ങനെ വണ്ടിയാണെങ്കിൽ ഓഫായി കിട്ടണില്ല. ഞാൻ വണ്ടി നിർത്തുന്നുണ്ട്, വണ്ടിയാണെങ്കിൽ ഓഫ് ആകണില്ല. ലാസ്റ്റ് ഞാൻ ഗിയർ ലെറ്റർ ഓഫാക്കിയേക്കാണ്. എന്താ ചെയ്യാ. ഏതായാലും അതിൻ്റെ അണ്ണി, അതായത് ഈ സൈഡ് ഇങ്ങനെ അടിച്ചേക്കണ് റോട്ടുമ്മക്ക് ഇങ്ങനെ അങ്ങനെ കിടക്കണ ആള്. ചെന്ന് പൊന്തിച്ച് നോക്കുമ്പോൾ ഇതിലെ ബ്ലഡ് ഉണ്ട്, ഇവിടുന്ന് ബ്ലഡ് ഉണ്ട്. അണ്ണിൻ്റെ ഇവിടെ ഇതിലൊക്കെ ഉണ്ട്. ആ മുട്ടുംകാല് പൊട്ടിയുണ്ട്, കാലിൻ്റെ സൈഡൊക്കെ. പക്ഷെ ആംബുലൻസ് എത്ര പെട്ടെന്ന് അവിടെ എത്തി. അത് ഭയങ്കര സംഭവം കേട്ടോ. ഏകദേശം ഇപ്പൊ സംഭവം നടന്നിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. 10 മിനിറ്റ് ആകുമ്പത്തിന് ചിന്നതാ ഒരു ആക്സിഡന്റ് വണ്ടി. ഏതായാലും ഇത് ഭയങ്കര സംഭവം. നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ, നമ്മൾ ബൈക്കുമ്മലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടില്ല സാരി കുടുങ്ങി കിടക്കണേ, അത് കുടുങ്ങും. അത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ വീണ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വലിയ സ്പീഡിലായിരുന്നു. അതുകൊണ്ട് ഒരു സ്പീഡും കൂടി ഉണ്ടെങ്കിൽ തെറിച്ചു പോയി റോട്ടിൽ നല്ല രീതിയിൽ തലയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ബാക്കിൽ ഇരിക്കണ ഹെൽമെറ്റ് വെക്കുക. അതുപോലെ തന്നെ ഈ സാരിയൊക്കെ കൊടുത്ത് ഷോള് ശ്രദ്ധിക്കുക, സാരി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പോകും എല്ലാവരും. ഓക്കെ, ഞങ്ങൾ മുന്നിലേക്ക് പോയോട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് തിരുച്ചിയിലാണ്, തിരുച്ചി മാവട്ടം. അതായത് തിരുച്ചിറാപ്പള്ളിനെ തിരുച്ചി എന്നാണ് അധികം എല്ലാവരും പറയല്. പക്ഷേങ്കിൽ ഇവരുടെ ഓഫീസ്, അതായത് സർട്ടിഫിക്കറ്റ് പരമായിട്ടൊക്കെ നോക്കുമ്പോൾ അതിൽ തിരുച്ചിറാപ്പള്ളി എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ തിരുച്ചിറാപ്പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവർക്ക് അത്യാവശ്യം തരത്തിലുള്ള വരുമാനമുള്ളൊരു ജില്ല തന്നെയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വൃത്തിയുള്ളൊരു നഗരമാണ് തിരുച്ചിറാപ്പള്ളി എന്ന് പറയുന്നത്. മറ്റു പ്രത്യേകത കൂടിയിട്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജില്ലയും കൂടിയാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. തിരുച്ചിറാപ്പള്ളിയിലേക്ക് എത്തിയിട്ട് തിരുച്ചിറാപ്പള്ളിയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് നമുക്കറിയില്ല, നമ്മൾ മാർക്കറ്റ് കണ്ടില്ലല്ലോ. അപ്പോൾ ആ മാർക്കറ്റിൽ ഒന്ന് പോയി നോക്കാന്ന് കഴിഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ. ഇവിടെ ഏകദേശം 10-40 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളൊരു 1.5-2 മണിക്കൂറൊക്കെ ആവും അവിടെ എത്താം. ഗൈസ്, തിരുച്ചിയിലാണുള്ളത്. സംഭവം പറഞ്ഞ പോലെ തന്നെ കേട്ടോ. 2 സൈഡിലും ഒരു എന്താ പറയുക, വൃത്തികേടായിട്ട് ഒരു പേപ്പർ കഷ്ണം പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അത്രത്തോളം ക്ലീനാണ്, വൃത്തിയാണ്. നല്ല രസമാണ് ഈ ഒരു നഗരം കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഇത് ഇവർക്ക് തമിഴ്നാടിനെ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചേച്ചി കൊണ്ട് ഭയങ്കര തിരക്കാണല്ലോ ഈ ടൗണിൽ. നല്ല തിരക്കാണേ. ആളുകളൊക്കെ വളരെ ശ്രദ്ധയില്ലാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിലമുറിഞ്ഞു പോകണേ. ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മാർക്കറ്റാണ് അങ്ങനെ വരത്. ഓ, മാർക്കറ്റും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളിടത്തോളം ഞങ്ങൾ. കാരണം ഇവിടെ ഭയങ്കര കാറ്റാണ്. കണ്ട മഴയാണ് ഇരുണ്ട് മൂടിയിട്ടുള്ളത്. നല്ല കാറ്റാണ്. വണ്ടിയുടെ ഡോറ് തുറന്നു. അടിച്ചാണ്. ഇത് ഏതാ പള്ളിയാവോ? 2 മിനാരകളൊക്കെ ഉണ്ടല്ലോ, 3 ഉണ്ട്. ഡോറൊക്കെ തുറന്നിട്ടിരിക്കണ്. മാർക്കറ്റ് തണുക്കണുണ്ടോ? തണുത്ത കാറ്റ്, അങ്ങനെ തണുത്ത കാറ്റാണ്. മഴ പെയ്തു കണ്ടോ, ഇവിടെയൊക്കെ തുള്ളി വീണു. ഓ, ഇടിവാളൊക്കെ ഉണ്ട്, ഇടിമിന്നണൊക്കെ ഉണ്ട്. ഇന്നും സീനാകുമല്ലോ. ഇതുപോലെ സ്ഥിരം പരിപാടി കേട്ടോ. വണ്ടി കണ്ട അവർക്കൊന്ന് അപ്പോൾ ആ ഒരു മാറ്റം കൂടെ ആയിട്ട് അവൻ്റെ കാര്യം സാധിച്ചു. മോസാറായി കുടഞ്ഞുട്ടി പോവാണ്. പോയി എന്നോടാ കുട്ട. ഇതാണ് ഈ തമിഴ്നാടിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത്. 2ാമത്തെ പമ്പ് ഇവിടെ ഇല്ല, തെരുവിൽ വരെ. ഇത് നമുക്ക് ഇന്നലെ ഒരു ലക്കിൽ കിട്ടിയതാണ് ഈ പെട്രോൾ പമ്പ് പറയുന്നത്. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 6:50 ഏതായാലും നമുക്ക് ഹൈവേക്ക് കയറാം.
എന്നിട്ട് അതിൽ ഒഴിഞ്ഞ സ്ഥലത്ത് സൈഡാക്കിയിട്ട് നിൽക്കേണ്ടി വരും. അതെ. ഹായ് ഗൈസ്, നമ്മൾ ലാസ്റ്റ് തെരഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ആളെ നമുക്ക് പരിചയപ്പെടുത്താം. അൻബർസ് അല്ലേ? അൻബർസ് ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഒരു നമുക്ക് നിൽക്കാനുള്ള സ്ഥലം കിട്ടണമല്ലോ. അപ്പോൾ എവിടെ നിർത്താൻ കരുതി ഇവിടെ ഈ പമ്പിൽ വെച്ചു HP ഇല്ലാനോ, റിലയൻസിനോ, ജിയോനോ ഒക്കെ നോ ഭാരത് ചോദിച്ചു, അതുമില്ല. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഹൈവേയിൽ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ആളിങ്ങനെ ഇരിക്കണമുണ്ടോ, അപ്പോൾ മൂപ്പരോട് ചോദിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്നല്ലേ? മൂപ്പർക്ക് നമ്മളെ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഡോക്ടർ പേരാണ് വിഷ്ണു അശോക് അല്ലേ? വിഷ്ണു അശോക് എന്ന് പറഞ്ഞ ഡോക്ടർ മൂപ്പർക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. ഏതായാലും ഇത് മൂപ്പര സ്ഥലമൊന്നും അല്ല കേട്ടോ, ഇത് ആരോ സ്ഥലമാണ്. പക്ഷേങ്കിൽ എന്നാലും മൂപ്പര് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് മാറ്റിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. മഴ വെറുതിലാണേ, മഴ വരുന്നുണ്ട്. മഴ വെറുതെ നമ്മൾ തമ്മിൽ നമ്മളെ വണ്ടീനെ എടുത്തിട്ട് നമുക്ക് അവിടെ ഇടണം, കുറച്ചവിടെ മാറ്റിയിടാം. അല്ലെങ്കിൽ പിന്നെ ഈ വെളിച്ചത്തേക്ക് ഇട്ടാൽ മതി. വട്ടാതില്ലേ? അവിടെ വെളിച്ചത്തേക്ക് ഇടാം, അതാകുമ്പോൾ നല്ലതാണ്. പോലീസുകാർ വന്നാത്തേ നമുക്ക് എന്തെങ്കിലും പറയാം അല്ലേ? ഞാൻ വണ്ടി കൊണ്ട് ഇട്ടോടോ, ഇപ്പോഴൊരു സമാധാനമായിരുന്നു. ഈ തമിഴ്നാട്ടിലൂടെയൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. ഇതേപോലെ വാൻ ലൈഫ്, ഓട്ടോ ലൈഫൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തായാലും നമ്മൾ പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലെന്താ വെച്ചാൽ നമ്മൾ പെട്രോൾ പമ്പും അല്ലെങ്കിൽ ധാബയും ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതുപോലത്തെ ഒരു പറമ്പിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെന്മാറയിലൊക്കെ നിന്നത് പോലത്തെ ഒരു സ്ഥലമാണ്. നെന്മാറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടല്ലേ മക്കളെ, കേരളം നമ്മുടെ നാടാണ്. അവിടെയൊക്കെ ഇപ്പോൾ ഞാൻ നോക്കിയാൽ നമ്മളെ ആൾക്കാരുണ്ടാവില്ലേ? ഏതാ ഇവിടുന്ന് ഇതിപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ മെയിനായിട്ട് പേടിച്ചിട്ടുണ്ട്. പോലീസുകാർ തന്നെയാണ്. ഒരാൾ വന്നാൽ ഇവന്നൊരു കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരു 200 നമ്മളെ വെച്ചിന്ന് സ്പോട്ടിൽ പോകും. ഇനി വേറെ വല്ല കള്ളന്മാരും വന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ പോകും. കിടക്കുള്ള പരിപാടിയൊക്കെ ആയി ഏകദേശമൊക്കെ അല്ലേ? നോക്കല്ലേ ഇതെന്താ ഇങ്ങനെയാണ് ശരിക്കും ഹരിശ്രീ അശോകൻ ചാടിയത്. എന്നാലും നോക്കല്ലേ, മഴ ചെറുതായിട്ട് കണ്ടോ, മഴയൊക്കെ തുള്ളിയിട്ട് ആകെ പ്രശ്നമുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവിടെ നല്ല സേഫുള്ള സ്ഥലമാണ്. ഞങ്ങളിതൊന്നും ബെഡൊന്നും സെറ്റാക്കിയിട്ട് കാണാം. അങ്ങനെയെങ്കിൽ കുക്ക് കയറുകയാണ്, അതായത് നമ്മുടെ ബെഡ് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫാക്കി വണ്ടീൻ്റെ. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കണ്ടോ, ഫുഡൊക്കെ നനഞ്ഞ് മഴ പെയ്യുന്നുണ്ട്. ഇതിലൊക്കെ വെള്ളം ഇങ്ങനെ സെറാറും ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ ഈ ബെഡുമൊക്കെ നമ്മുടെ വണ്ടീൻ്റെ ഇതിക്കൊക്കെ വെള്ളമായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഞാൻ തന്നെ കയറി കിടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കിടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസവും കഴിഞ്ഞിരിക്കുവാണ് അല്ലേ? ഈ രാത്രിയും അവസാനിച്ചു. നാളെ നേരം വെളുക്കും നമ്മൾ പുതുപുത്തൻ കാഴ്ചകളും തേടി പോകും. പുതുപുത്തൻ അനുഭവങ്ങൾ, പുതുപുത്തൻ അറിവ് എല്ലാം ഞങ്ങൾക്ക് നാളെ തൊട്ട് വീണ്ടും തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ ഫസ്റ്റ് തൊട്ടല്ലേ രാവിലെ? നാളെ തൊട്ട്. ഈ ഒരു വീഡിയോ ഞങ്ങളോട് വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തുള്ളൊരു വീഡിയോ വേണ്ടി കാണാം. ഓക്കെ, ബൈ.